ഹായ് ഹലോ മൈ ഡിയേഴ്സ്. അപ്പോഴേ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ എങ്ങോട്ടാ പോയെന്ന് കാണണ്ടേ? ഈ ഉറങ്ങണ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാനായിട്ടോ ഞങ്ങൾ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ പോയത്. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ നടക്കണ കുരങ്ങ്, അപ്പം അതും കണ്ട് അങ്ങനെ എല്ലാ സോണും കംപ്ലീറ്റ് ആയി. ലാസ്റ്റത്തെ ഒരു സോണായിരുന്നു കേട്ടോ, അറേബ്യൻ ഡെസേർട്ട് സഫാരി. അങ്ങനെ ഒരുപാട് ക്യൂ നിന്നിട്ട് ഞങ്ങൾക്കും കിട്ടിയൊരു ബഗ്ഗി വാൻ ട്രിപ്പ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വലിയ ഹൈപ്പിലുള്ള സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് ആനിമൽസിനെയും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോഴാണ് ബേഡ്സിൻ്റെ ഏരിയക്ക് കൂടെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. നടന്നൊരു വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ തുപ്പണ ആനനെ കണ്ടു. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ ബേഡ്സിൻ്റെ ഏരിയക്ക് പോയി. അവിടെ ഫീഡിങ്ങിൻ്റെ ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കുറച്ച് സൺഫ്ലവർ സീഡ് എടുത്തിട്ട് പോയി. ഇവിടുത്തെ ബേഡ്സിനൊക്കെ വൻ ഡിമാൻഡാണ്. ഒരുപാട് നേരം കാത്തു നിന്നിട്ടാട്ടോ കിട്ടിയത്. അങ്ങനെ പിന്നെ ബേഡ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവിടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൈലാഞ്ചി ഇടാൻ. അങ്ങനെ അവിടെ പോയി മൈലാഞ്ചി ഇട്ട് ഓരോടൊക്കെ ചാറ്റും പറഞ്ഞ് ഞങ്ങൾ പോയിട്ടാ.